ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇൻട്രൊഡ്യൂസ് എവിടുന്ന അടുക്കളയിൽ നിന്നാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ ഇന്ന് എന്തൊരു ഫുഡ് ഐറ്റംസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കണം നമ്മൾ കേട്ട് പരിചയമുള്ള സാധനം തന്നെയാണ്. ഇതാണ് നമ്മുടെ ബിരിയാണിയിട്ട് കിടക്കുന്നത്. എന്ന് വെച്ചാൽ തലവേദനയൊക്കെ ആയിട്ട് പനിക്കും ഇത് തലവേദനയും ചുമയൊക്കെ ആയിട്ട്. അപ്പം എന്നോട് വന്നാൽ ചായക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞ് എണ്ണ വാങ്ങാൻ ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞ് അട ഉണ്ടാക്കി വെച്ചു. ഞാൻ പറഞ്ഞ അടയും ഇപ്പം ഉണ്ടാക്കിയ നേരം വീടുള്ളൂ. പിന്നെ എന്നോട് പറഞ്ഞ് എന്നാൽ കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചു. ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാറുള്ളൂ. ഞാൻ കടയിൽ പോയിട്ട് അരിപ്പൊടിയും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അപ്പം ഇന്ന് ഉണ്ടാക്കുന്ന വീഡിയോ പറഞ്ഞാൽ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന വീഡിയോ. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ഇവിടെ അങ്ങനെ ഉണ്ടാക്കില്ല, അതാണ് പറഞ്ഞ കാരണം. ഇവിടെ അങ്ങനെ ഉണ്ടാക്കില്ല. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ അല്ല എന്താ പറയുക, എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി നിൽക്കുക. എന്നിട്ട് ഞാനിന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നു. പിന്നെ അതല്ല, എൻ്റെ മുന്നത്തെ വീഡിയോസും ഷോർട്സൊക്കെ ഒന്ന് പോയി കാണാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ഷോർട്സും വീഡിയോസും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയറും കൂടി ചെയ്യുക. എന്നാൽ ഇവിടേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ കൊഴുക്കട്ടയും പത്തിരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ പൊടി വാട്ടുക വേണ്ടത്. ചൂടുവെള്ളത്തിൽ പൊടി വാട്ടണം. അപ്പോൾ ഞാനൊരു പാത്രത്തേക്ക് ആദ്യം ചൂടുവെള്ളമല്ല പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 2-2.5 കപ്പോളം പച്ചവെള്ളം ഒഴിക്കുന്നുണ്ട്. അത് ചൂടാകട്ടെ. ചൂടാകുക മീൻസ് ഒന്ന് തിളയ്ക്കാൻ പാകാവട്ടെ. പിന്നെ ഞാൻ എന്ത് അരിപ്പൊടിയും പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി എടുത്ത് വെച്ചിന്. അപ്പം വെള്ളം തിളയ്ക്കാനാവുള്ളൂ. തിളയ്ക്കാൻ മീൻസ് ചൂടായിട്ട് തിളയ്ക്കാനാവണുള്ളൂ. അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. തിളയ്ക്കുന്നതിൻ്റെ മുന്നേ ഉപ്പിട്ടിട്ടില്ല. അപ്പം കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഉപ്പിട്ടിട്ടൊന്ന് തിളയ്ക്കാൻ പാകമാകുമ്പോഴാണ് ഞാൻ ഉപ്പ് ഇടണം. ഞാൻ ആദ്യം ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഒരു സ്പൂണോളം ഞാൻ ഉപ്പിടുന്നുണ്ട് കേട്ടോ ഈ വെള്ളത്തിലേക്ക്. എന്നിട്ടൊന്ന് തള വന്ന ശേഷം ഞാൻ എന്ത് ചെയ്ത് വേറൊരു പാത്രത്തിലേക്കാണ് പൊടി ഇടുന്നത്. പൊടി ഇട്ടിട്ട് ആ പൊടിയിലേക്കാണ് ഞാൻ ഈ വെള്ളം ചേർക്കുന്നത്. നമ്മൾ ഉപ്പിട്ട് വെച്ച ഈ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ നല്ല ഒരു സ്പൂൺ കൊണ്ട് ഉപ്പൊക്കെ നല്ല ഇളക്കി വെള്ളത്തിൽ നല്ല ലയിക്കാൻ വേണ്ടിയിട്ട് നല്ല മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ചോട്ടെ. തിളയ്ക്കണ വരെ ഒന്നും കൂടി ഒന്ന് കാത്തു നിൽക്കാം നമുക്ക്. എന്നിട്ട് ഈ തിളച്ച വെള്ളം കുറച്ചായിട്ട് നമ്മളെ പൊടിയിലേക്ക് ഇടണം. അപ്പോൾ ഞാനിവിടെ പൊടി എടുത്ത ഫുള്ളായിട്ടും ഒരു 500ൻ്റെ 1/2 കിലോ പാക്കറ്റാണ് പൊടി വാങ്ങിയത്. പക്ഷെ ഞാനത് ഫുള്ളായിട്ട് ഇടുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഇടണുള്ളൂ. ആ ഭാഗത്തിൽ കൂടുതൽ പൊടി ബാക്കിയാണ്. അപ്പോൾ ഞാൻ ഒരു വലിയ പാത്രം എടുത്തതെന്ന് വെച്ചാൽ നല്ല കുഴയ്ക്കണ്ടേ. അപ്പോൾ കുഴയ്ക്കാൻ വേണ്ടി വലിയ പാത്രത്തിലാട്ടോ പൊടി ഇട്ടത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച ആ ചൂടുവെള്ളം ഞാൻ ആ കപ്പ് ഇങ്ങനെ ഇതാക്കിയിട്ട് ഒഴിക്കുകയാണ്. ഞാൻ ഒന്നാകെ ഒഴിച്ചിട്ടില്ല, കുറച്ചായിട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നല്ല ഇളക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒഴിക്കുന്നത്. അങ്ങനെ കുറച്ച് ഒഴിച്ച് നല്ല ഇളക്കിയതാ ഈ ഒരു പാകമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ കുറച്ച് ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് നല്ലോണം ഇതായിട്ട് വേണം ഈ തേങ്ങ ഇടാൻ. ആദ്യം ഈ മിക്സ് ഒന്ന് നല്ലോണം നമ്മൾ കുഴച്ചിട്ട് വേണം തേങ്ങ ഇടാൻ. അപ്പോൾ ഞാനൊന്ന് ചൂടേർപ്പത്താ കൈ ചൂടുണ്ട് കേട്ടോ. അതാണ് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കുന്നത്. ഒട്ടിപ്പിടിക്കുമ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചൂട് ഇങ്ങനെ കൈ ഊതിയിട്ട് അങ്ങനെ കുഴച്ച് പരുവാക്കാം കേട്ടോ. ആ പരുവാക്കിയതിലേക്കാണ് നമ്മളിനി തേങ്ങ ഇടാണ്ട്. അപ്പോഴത്തേക്കും ശ്രീകുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അവൾ സ്കൂളിട്ട് വന്നതാണ്. അപ്പോൾ ബാക്കി ഈ പരിപാടിൻ്റെ കൂടെ അവളെ മേലേകാൻ വേണ്ടി പറയണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊന്ന് കുഴച്ചതായ ശേഷമാണ് തേങ്ങ ഇടാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ തേങ്ങ ഇടണത്. അപ്പം എന്താ പറയുക, നമ്മൾ ഈ പത്തിരിക്കൊക്കെ മാവ് കുഴക്കണ പോലെ തന്നെ ഈ കൊഴുക്കട്ടയ്ക്കും മാവ് കുഴയ്ക്കുക. ആ ഒരു രൂപെത്തുമ്പോൾ നല്ല വെള്ളമല്ല എന്നാൽ നല്ല കട്ടിയല്ല, അങ്ങനത്തെ ഒരു പരുവെത്തണം. അപ്പോൾ അങ്ങനെ പരുവെത്തിയ ശേഷമാണ് ഞാനെന്ത് തേങ്ങ ഇടുന്നത്. പിന്നെ ഈ തേങ്ങേൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ജീരകമൊക്കെ ഇടാം കേട്ടോ. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. ഞാൻ പിന്നെ ഈ ജീരകം ഇട്ടിട്ടില്ല. ഇനി സുധേട്ടനൊന്നും പറ്റില്ലെങ്കിലോ വിചാരിച്ച്. ഇവിടെ പിന്നെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തേങ്ങ ഇടലില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടെന്നുള്ളൂ. ഒന്നൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ടെന്നുള്ളൂ. ഇവിടെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഉണ്ടാക്കിയില്ല. വെറുങ്ങനെ ആ പൊടി ഉരുളാക്കിയിട്ട് പിന്നെ നമ്മൾ വറവിടുക ചെയ്യൽ ഇവിടെ ഉണ്ടാക്കുമ്പോൾ. ഞാനപ്പോൾ അങ്ങനെ ഉരുളാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം വലിയ ബോൾസ് ചെയ്യുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ഒന്ന് കുറയ്ക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഒന്ന് കുറച്ചിട്ട് ചെറിയ ബോളാക്കി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ആദ്യം ഇഡ്ഡലി ചെമ്പിലായിരുന്നു വെച്ചത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പ് ചോർന്ന് തുടങ്ങിയാണ്. ഇഡ്ഡലി ചെമ്പ് ഒരു പൊട്ട് വീണ്. അപ്പോൾ ഇഡ്ഡലി ചെമ്പ് വെള്ളം ഒഴിക്കണനുസരിച്ചിട്ട് ഗ്യാസ് ഇങ്ങനെ വെള്ളം പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പ്
ചോർന്ന് തുടങ്ങണം. അപ്പോൾ അങ്ങനെ ഞാൻ എന്തത് കുക്കറിൽ വെച്ച് കുക്കറിൽ വിസിൽ ഊരിയിട്ട് കുക്കറിൽ വെച്ച് അങ്ങനെ ഇതാ കുക്കറിൽ വെച്ച പരിവട്ടത് നല്ല വെന്തണം. ഞാനൊന്ന് ഒരു സ്പൂൺ കൊണ്ട് ഇതാക്കി വയ്ക്കിയപ്പോൾ നല്ല വെന്തണ് അറിയാമെന്ന് വെച്ചാൽ നമ്മൾ ആ കുത്തി നോക്കുമ്പോൾ ഇങ്ങനെ എന്താ ഒട്ടാതിരിക്കുക ആ ഒരു പരുവാണല്ലോ. അപ്പോൾ അത് നല്ല വെന്തണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വറവിടണം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഇനി ഇടുന്നത് കടുകാട്ടോ. കടുകും പിന്നെ ഞാൻ വറ്റൽമുളകും കൂടി ഇട്ടിട്ടുണ്ട്. എനിക്ക് കറിവേപ്പില കിട്ടിയിട്ടില്ല. കറിവേപ്പില കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കണ്ണവിടെ കളിക്കണതിൻ്റെ സൗണ്ടാട്ടോ കേൾക്കുന്നത്. അപ്പോൾ ഈ കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ ഞാനൊന്ന് മാറി നിന്നാട്ടോ. ഇനി മേത്തേക്കൊന്നും ആവണ്ടല്ലോ, ഫോണിലേക്ക് ആവുന്നുണ്ടല്ലോ. അപ്പം മാറി നിന്നാണ് ഞാൻ. എന്നിട്ട് അങ്ങനെ വറ്റൽമുളക് ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ കറിവേപ്പില എൻ്റെ അടുത്തിട്ടില്ല. കറിവേപ്പില കടയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കടയിലും ഇല്ല, വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതൊന്ന് മൂത്ത ശേഷം ഞാനെന്ത് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുന്നു. ബോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഞാൻ എന്നിട്ട് മെല്ലെ ഇട്ട് കൊടുക്കുകയാണ്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മെല്ലെ ഇട്ട് കൊടുക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പാത്രത്തോടൊക്കെ ചെരിഞ്ഞു എന്നിട്ട് പിന്നെയും അതിലും ഒട്ടിപ്പിടിച്ച് 2 3 4 അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ ഇളക്കി നല്ലോണം പുറത്തേക്ക് പോവാതെ മെല്ലെ എല്ലാ ഭാഗത്തേക്കും ഇളക്കി ഇതാക്കി ആ ബോൾസിലെല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് ഇളക്കി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. മറ്റേത് കുറേ ഇതിൽ. അപ്പോൾ അതവിടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കട്ടെ കൊഴുക്കട്ട. അപ്പോൾ എന്താ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. എന്നാലും ഞാനിന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നാൽ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.